ആവർത്തിച്ച് തെറ്റുകൾ ചെയ്ത ഒരു പാപിയോട് ക്ഷമിക്കാൻ മടിച്ച വൈദികന്റെ മുന്നിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ രൂപത്തിന്റെ വലതുകൈ മരത്തിൽ നിന്നും വേർപെട്ട് താഴേക്ക് വരികയും പാപമോചനം നൽകി ആശീർവദിക്കുകയും ചെയ്ത സ്പെയിനിലെ കോർഡോബ അത്ഭുതം വിശ്വാസികൾക്കെന്നും പ്രത്യാശ നൽകുന്ന ഒന്നാണ്. സ്പെയിനിലെ കോർഡോബയിലുള്ള മൊണാസ്ട്രി ഓഫ് സെയിന്റ് ആന ആൻഡ് സാൻ ജോസിന്റെ നാമധേയത്തിലുള്ള ആശ്രമത്തിന്റെ ചാപ്പലിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഈ ക്രൂശിത രൂപമുള്ളത്. ക്ഷമയുടെ കുരിശ് അഥവാ ക്രോസ് ഓഫ് ഫോർഗീവ്നെസ് എന്നാണ് ഈ ക്രൂശിത രൂപം ഇന്നറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് സ്പെയിൻകാർ പറയുന്ന ചരിത്രം ഇപ്രകാരമാണ്. ആശ്രമത്തിലെ കുരിശിൻ ചുവട്ടിലിരുന്ന് കുമ്പസാരിപ്പിക്കുന്ന ഒരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹം നിയമങ്ങളിൽ വളരെ കാർക്കശക്കാരനായിരുന്നു. ഒരു വ്യക്തി കടുത്ത പാപം ആവർത്തിച്ചു ചെയ്ത് മാപ്പിനായി ഇതേ വൈദികന്റെ അടുക്കൽ തന്നെ വന്നുകൊണ്ടിരുന്നു. ഇതിൽ അസ്വസ്ഥനായ വൈദികൻ ഒരു ദിവസം കടുത്ത ഭാഷയിൽ അയാളോട് പറഞ്ഞു, "ഇതാണ് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ മാപ്പ്. ഇനി ഇതേ പാപവുമായി വന്നാൽ ഞാൻ പൊറുക്കില്ല." മാസങ്ങൾ പലത് കഴിഞ്ഞു. തന്റെ ബലഹീനതകളിൽ വീണ്ടും അതേ പാപത്തിൽ വീണുപോയ ആ മനുഷ്യൻ ഹൃദയം തകർന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും ആ കുരിശിൻ ചുവട്ടിൽ വൈദികന്റെ കാൽക്കൽ വന്നിരുന്നു. തന്റെ തെറ്റിന് ദൈവത്തോട് മാപ്പപേക്ഷിച്ച അയാളോട് പ്രകോപിതനായി വൈദികൻ പറഞ്ഞു, "ദൈവത്തെ പരിഹസിക്കരുത്. ദയവായി ഇവിടെ നിന്നും പോകുക. എനിക്കിനി നിനക്ക് പാപമോചനം തരാൻ കഴിയില്ല." വൈദികൻ ആ മനുഷ്യനെ മടക്കി അയക്കാൻ ശ്രമിച്ച ആ നിമിഷം ആ ചാപ്പലിൽ നിശബ്ദത പടർന്നു. പെട്ടെന്ന് ക്രൂശിത രൂപത്തിൽ നിന്നും മരം ഒടിയുന്നതുപോലെയുള്ള ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. വൈദികനും ആ വ്യക്തിയും ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. കുരിശിൽ തറച്ചിരുന്ന യേശുവിന്റെ രൂപത്തിൽ നിന്നും വലതു കൈ ആണിയിൽ നിന്നും വേർവിട്ട് താഴേക്ക് വരികയും ആ വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ കുരിശടയാളം വരച്ച് പാപമോചനം നൽകുകയും ചെയ്തു. അതോടൊപ്പം കുരിശിൽ നിന്നും അതിമനോഹരമായ ഒരു ശബ്ദം ഇപ്രകാരം പറഞ്ഞു, "ഈ പാപിക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തിയത് ഞാനാണ്, നീയല്ല." ഈ സംഭവത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആ ക്രൂശിത രൂപത്തിന്റെ വലതുകൈ കുരിശിൽ തറച്ച നിലയിലല്ല, മറിച്ച് താഴേക്ക് നീട്ടിപ്പിടിച്ച രൂപത്തിലാണ് കാണപ്പെടുന്നത്. ദൈവത്തിന്റെ കരുണയ്ക്ക് അതിരുകളില്ല എന്നും മനുഷ്യൻ കൈവിട്ടാലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെയും ദൈവം തള്ളിക്കളയുന്നുമില്ല എന്നൊരു വലിയ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. കത്തോലിക്ക സഭയിലെ 7 കൂദാശകളിൽ ഒന്നായ കുമ്പസാരം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ദൈവത്തിന്റെ അളവറ്റ കരുണയുടെ തെളിവാണെന്ന് ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു.